കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കുടുംബശ്രീന്ന് പോയി കഴിക്കാൻ പറയടാ. അവിടെ ഒരു ഹോട്ടൽ മൊത്തത്തിൽ തുറന്നു വെച്ചിരിക്കുകയല്ലേ. ഇപ്പൊ അവിടുത്തെ രുചിയല്ലേ പിടിക്കൂ. നന്നായിട്ട് പൊള്ളി അല്ലേ ചേച്ചി? പൊള്ളണോടാ. അല്ലെങ്കിൽ രാജേശ്വരി ഒരു മണ്ടിയാണെന്ന് അയാൾക്ക് തോന്നില്ലേ? അയാളെ വിറ്റ കാശ് നമ്മുടെ കയ്യിലുണ്ടെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? എന്റെ ചിരകാല സ്വപ്ന കയ്യത്തും ദൂരത്തു നിന്ന് അയാൾ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത്. അതിന് പകരം കുട്ടിച്ചാത്തന്റെ അല്ല, ലോകത്തെ സകല ചാത്തന്മാരുടെയും കളി ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കും. സുസ്മിതേ, ഞാൻ വിളിക്കാം. എന്താ ആന്റി? മോളെ, രാഘവേട്ടനെ കാണാനില്ല. കാണാനില്ലെന്നോ? ആ അതെ മോളെ, ഞാൻ എല്ലായിടും തെരഞ്ഞു. അങ്കിൾ എങ്ങോട്ട് പോവാൻ ആന്റി? ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇല്ല മോളെ, എങ്ങോട്ട് പോണെങ്കിൽ എന്നോട് പറയാതെ പോവില്ല. വീട് മുഴുവൻ ഒന്നുകൂടി നോക്കാം ആന്റി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. ആ ശരി, വാ. ഞാനെന്തിനാ തിരയാൻ പോന്നെ? അയാള് ചത്തു തൊലയട്ടെ. സുസ്മിതേ, ദേ വരുന്നു. എന്തിനാ വിളിച്ചു പോകുന്നത്? സുസ്മിതേ. രാഘവേട്ടാ, രാഘവേട്ടാ, ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. ആന്റി എല്ലായിടത്തും തിരഞ്ഞോ? ഉവ്. മൊബൈൽ എവിടെ ആന്റി? അത് റൂമിൽ വെച്ചിരിക്കുക. അപ്പുറത്ത് തിരഞ്ഞായിരുന്നോ? ഇല്ല, വാ. പതുക്കെ. ക്ഷീണിച്ച നടക്കങ്ങോട്ട്. നടക്കച്ചാ. ആ അങ്ങനെ. അതൊക്കെ പറ്റുന്നില്ല മക്കളെ. ഇത്രേ ഉള്ളോ ദ ഗ്രേറ്റ് രാഘവൻ നായരുടെ മനോധൈര്യം? കാലില്ലാത്തവർ ഓടി മാരത്തോണിൽ ജയിക്കുന്നത് പരസ്യത്തിൽ കണ്ടിട്ടില്ലേ? അതെ, അതൊന്നും പരസ്യമല്ല. അംഗവൈകല്യം വന്നവരുടെ ഒളിമ്പിക്സ് വരെ ഉണ്ടെന്ന് കൂട്ടിക്കോ. അതന്നെ. അതെ, അച്ഛൻ എന്താ കുഴപ്പം? ഒരു സ്ട്രോക്ക് വന്നു. അത് കഴിഞ്ഞ് എത്രയോ പേര് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. കൈക്കും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ലല്ലോ. ചെറിയൊരു ബലഹീനത ഉണ്ടായിരുന്നത് പരിഹരിക്കാനല്ലേ ആയുർവേദ ചികിത്സ നടത്തിയത്. അതെ, വൈദ്യരെന്താ പറഞ്ഞത്? കുറേശ്ശെ നടന്ന് ശീലിക്കണമെന്നല്ലേ വിഷ്ണുട്ടാ? അതെ, ഇരിക്കാനേ പറ്റൂന്ന് തോന്നിയാ ഇരുന്നു പോവും. പറഞ്ഞല്ലേ കേട്ടല്ലേ, നടക്കാൻ. നടന്നേ നടന്നേ നടക്കാൻ. എന്റെ അച്ഛൻ പേടിക്കണ്ട, ഞാനില്ലേ. അവരെ എന്റെ ഭർത്താവിന്റെ അമ്മയാ. അവര് ഞാനും തമ്മില് പലതും പറഞ്ഞു നിരിക്കും. ഇന്ന് പിണങ്ങിയ നാളെ കൂട്ടുകൂടും. കാരണം നാളെ സത്യാമ്മ വീണുപോയാ നോക്കേണ്ടത് ഞാനാ. ഇത് അപകടമാണല്ലോ. പറഞ്ഞതുപോലെ അവൾ 18ാമത്തെ അടവും ഇറക്കി കളിക്കുക. ഈ തള്ളയ്ക്ക് അവളോട് സ്നേഹം കൂടാൻ ഇത് കൂടുതൽ ഇനി എന്ത് വേണം? മതി മോനെ, എന്നെ കൊണ്ടിനി വയ്യ, മതിയാക്കാം. പ്രീതിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോഴല്ലേ അച്ഛന് സ്ട്രോക്ക് വന്നത്. ഇപ്പതേ പ്രീതിയുടെ പ്രശ്നങ്ങളെല്ലാം മാറി. അച്ഛൻ ആഗ്രഹിച്ച പോലെ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവാ പ്രീതി.
ഞാൻ അച്ഛന് വാക്ക് തന്നതുപോലെ ഏതാനും മാസം കഴിഞ്ഞാ ഒരു പേരക്കുട്ടിയെ ദാ ഈ കൈവെള്ളയിലേക്ക് വെച്ച് തരും. നീ പറയുന്ന കേൾക്കുമ്പോ നടക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഈ കാലം കൊണ്ട് പൊരുത്തപ്പെടണ്ടേ? ശ്രമിച്ചാ നടക്കു അച്ഛാ. ദേ ഇപ്പൊ ഇത്രയും നടന്നില്ലേ? ആ പിന്നല്ലാതെ. ഇനി കുറച്ച് തനിയെ നടക്ക്. ദേ ഞാൻ ഈ കൈ എടുത്ത് മാറ്റാണേ. പതുക്കെ. അടക്കച്ച ശാലിനി പറഞ്ഞ പോലെ പ്രീതിയുടെ കുഞ്ഞിനെ നമുക്ക് താരാട്ട് പാടണ്ടേ? ഇല്ല ഞാനില്ലേ, ഇത് പേടിച്ചിട്ട്. ആ ഇനി ഞാനും കൈ മാറ്റാണേ. നമുക്ക് കൊച്ചു ആവാനെടുത്തിട്ട് ഇങ്ങനെ രാരിയിലോ പാടണ്ടേ? അപ്പൊ നടന്നാലേ പറ്റുള്ളൂ. എന്റെ അമ്മേനെ പേടിക്കണ്ട. നടന്നേ. ഈശ്വര, ഇയാളൊന്ന് തലയടിച്ച് വീണിരുന്നെങ്കിൽ. പോരട്ടെ. ചാലി വീൽച്ചെടുത്ത് അച്ഛ ചാലി വേവാ. അടിപൊളി, ദൈവന്റെ പ്രാർത്ഥന കേട്ടു. ഇക്കണക്കിനാണെങ്കി ഒരു 108 ആംബുലൻസ് ബുക്ക് ചെയ്ത് മുറ്റത്തിട്ടോ ആന്റി, ഉപകാരപ്പെടും. എന്തെങ്കിലും പറ്റിയോ ഒന്നും പറ്റില്ലല്ലോ ശാലിനി? രാഘവേട്ട ഒന്നും പറ്റിയില്ലല്ലോ. നീ എന്ത് ഈ മനുഷ്യനെ കൊല്ലാൻ പോവാ? എന്നോട് പകയുണ്ടെങ്കിൽ തീർക്കേണ്ടത് ഇങ്ങനെയല്ല. ഞാൻ ഒരക്ഷരം മിണ്ടാനുള്ള യോഗ്യത നിനക്കില്ല ശാലിനി. ഇതിന്റെ എല്ലാം പിന്നിൽ നീയാ. വീൽ ചെയറിലിരിക്കുന്ന അങ്കിളിനെ പൊക്കിയെടുത്ത് താഴെ ഇടാൻ നിന്നോട് ആരാ പറഞ്ഞേ? എന്തിന്റെ കേടായിരുന്നു നിനക്ക്? നീ ആവശ്യമില്ലാത്തോരൊന്നും പറയണ്ട. ആവശ്യമുള്ള കാര്യം തന്നെയാണ് അവള് പറഞ്ഞത്. സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റ് രാഘവേട്ട്. ഈ വീഴ്ചയിൽ എന്തെങ്കിലും പറ്റിയ ചികിത്സയിൽ ഇപ്പോഴുണ്ടായിരുന്ന പുരോഗതി കൂടി ഇല്ലാതാവും. എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാ ഇവള് പൊടിയും തട്ടി അങ്ങ് പോവും. പിന്നെ നോക്കേണ്ടത് ഞാനാ. അപ്പോ ഞാനൊരു ഭാരമല്ലേ ഭാമേ? അയ്യോ അയ്യോ രാഘവേട്ട, ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. പറഞ്ഞ സത്യ. ഒരു സ്ട്രോക്ക് ഉണ്ടായി, എഴുന്നേറ്റെടുക്കാൻ ബുദ്ധിമുട്ടായി. ഇനിയുള്ള കാലം ഒരു വീൽ ചെയറിലെടുത്ത് കൊണ്ടുപോയാ ആർക്കും ഒരു റിസ്കും ഇല്ല. പശുവിന് കാടി കൊടുക്കുന്ന പോലെ വല്ലപ്പോഴും ഇച്ചിരി എണ്ണയും കുഴമ്പിട്ട് കൊടുക്കണം, അത്ര തന്നെ. രാഘവേട്ട ഇങ്ങനൊന്നും പറയല്ലേ. ദേ രാഘവേട്ടൻ വീണിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ. ചിലപ്പോ വീണു നോക്കിയിരിക്കും. പിച്ച വെച്ച് നടക്കുന്ന കുട്ടികളൊക്കെ വീഴാറില്ലേ എന്ന് കരുതി അവര് നടക്കണ്ട തീരുമാനിക്കാറൊന്നുമില്ലല്ലോ. ഒരുപാട് തവണ വീണിട്ട് തന്നെയാ ഓരോ കുഞ്ഞും നടക്കുന്നത്. ഇവള് വന്നതിന് ശേഷമാ എന്റെ ചികിത്സയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നത്. അല്ല, അതുപോലെ ആരും നോക്കിയില്ലെന്നൊന്നും അല്ല. എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ടായി. ഈ വീട് നിറയെ ആളുകളുണ്ട്. ചിലരൊക്കെ ഇവിടെ നിൽക്കുന്നതിന് എന്തിനാന്ന് എനിക്കറിഞ്ഞൂടാ. എന്ത് പ്രയോജന? ഈ കാലമാടൻ തലയടിച്ച് വീണങ്ങ് ചത്താ മതിയായിരുന്നു. നടക്കാൻ പറ്റും, ഇനിയൊരു പുതിയ ജീവിതമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവള് പ്രചോദിപ്പിച്ചതുകൊണ്ടാ ഞാൻ നടക്കാൻ ശ്രമിച്ചത്. നിനക്ക് ഈ ജന്മം എന്നെ വീൽ ചെയർ തന്നെ തളച്ചിടാനാണെങ്കിൽ വേണ്ട, ഞാൻ ആ സ്വപ്നമൊക്കെ ഉപേക്ഷിച്ചേക്കാം. രാഘവേട്ട സോറി രാഘവേട്ട. വേണ്ട, നീ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ മാപ്പോരണ്ട എന്നോടല്ല, ഇവളോടാ.
തെറ്റിദ്ധരിച്ചതാ. ഈ കാർന്നൂര് നീ ഇനി എന്ത് കാണാൻ നിൽക്കുക? പൊക്കൂടെ നിനക്ക്. അച്ഛൻ ഒരു പോസ്റ്റ് ഉണ്ട് ശാലിനിക്ക. ഇവിടെ ഒരു ഒപ്പിടണേ. ശരി. എന്താ എടോ എന്താന്ന്? വിഷ്ണുട്ടാ, ഞാൻ ജയിച്ചു. എന്റെ സ്വപ്നം IAS, അതിന്റെ മെയിൻ എക്സാം ഞാൻ പാസ്സായി വിഷ്ണുട്ടാ. കൺഗ്രാറ്റ്സ് മോളെ. സിവിൽ സർവീസ് മെയിൻ എക്സാം ഇവിടെ പാസ്സായെന്നോ? എനിക്ക് തല്ലിന്ന് കളിക്കില്ല, എന്നെ താഴെ നിർത്ത് വിഷ്ണുട്ടാ. വിഷ്ണുട്ടാ ഇല്ല, താഴെ നിർത്ത് വിഷ്ണുട്ടാ. വിഷ്ണുട്ടാ പ്ലീസ് താഴെ നിർത്ത്. എടാ താഴെ നിർത്താനാ. നീ എന്തോ നടയി കാണിക്കുന്നേ? നീ പരീക്ഷ പാസ്സായില്ലച്ചാ, അതിന്റെ അഭിനന്ദന. എനിക്ക് ശരിക്കും തല ഇറങ്ങുന്നു. കറങ്ങട്ടെ, താഴെ നിർത്ത്. താഴെ അച്ഛാ, ഇന്റർവ്യൂവിന്റെ കാര്യം ഓർത്തൊന്നും മോള് പേടിക്കണ്ട. മോൾ അതൊക്കെ പാസ്സാവും. അതിനുള്ള ബുദ്ധിയും ദൈവാനുഗ്രഹം ഒക്കെ മോൾക്കുണ്ട്. ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ ശാലിനി IAS വന്നിറങ്ങുന്നത് മോളെ ചായക്കടക്കാരി എന്ന് പറഞ്ഞ് പരിഹസിച്ചവരൊക്കെ കാണണം. അതിനവള് കളക്ടർ ആയാലല്ലേ. ഈ സുസ്മിത ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. എടോ എനിക്ക് എടോ എന്നാലും താന് എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ വീണ്ടും പോകട്ടെ. അവളുടെ ഒരു സിവിൽ സർവീസ് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്റെ ഹൃദയത്തിലുള്ള മരുന്ന് തീർന്നു പോയത് നീ അറിഞ്ഞോ? ഞാൻ നോക്കുന്നുണ്ടായിരുന്നല്ലോ അമ്മേ. വലിയ വിശേഷമായി പോയി. ആ ചോപ്പ് നിറത്തിലുള്ള ഗുളിക തീർന്നത് നീ അറിഞ്ഞോടി? അത് വിസ്തരിക്കാൻ നിക്കണ്ട, വേഗം പോയി വാങ്ങിച്ചോട് വാടി. ഒരു അത്യാവശ്യ കാര്യം പറയുമ്പോഴാണോ പോയിട്ട് ഒരു ഫോൺ? ഞാനൊന്ന് നോക്കട്ടെ അമ്മേ. കുറുപ്പ് സാർ അമ്മേ. എന്താന്ന് കുറുപ്പ്?
നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ? എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിലേ കുറുപ്പ് സാറ് വിളിക്കുള്ളൂ എന്ന് ഉറപ്പാ. ഹലോ സാർ. സാരിക മോളെ. പറയണം സാർ. മോളോടെ ഒരു വലിയ വിശേഷം പറയാനാ വിളിച്ചത്. പറഞ്ഞോ സാർ. കുടുംബശ്രീയുടെ വലിയൊരു സ്വപ്നമായിരുന്നല്ലോ ശാലിനിയുടെ IAS. സിവിൽ സർവീസ് മെയിൻ എക്സാമില് അവള് ജയിച്ചു മോളെ. സത്യമാണോ സാർ? ആ സത്യം. വെബ്സൈറ്റിലുണ്ട് UPSCയുടെ റിസൾട്ട്. ഇത് പറയാൻ വേണ്ടി വിളിച്ചതാ മോളെ. നിന്റെ കല്യാണം നടക്കാൻ വേണ്ടി ശാലിനി IAS സ്വപ്നം പോലും മാറ്റിവെച്ചു എന്നായിരുന്നല്ലോ നിന്റെ സങ്കടം. ഇനി അത് വേണ്ട. ഞാൻ വെക്കുക. നല്ല സുഖമില്ലാതിരിക്കുക മോളെ. ശരി. എന്താടി നിന്റെ ആരെങ്കിലും ചത്തോ? എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? മാറി നിക്ക അങ്ങോട്ട്. മാറി നിക്കാനല്ലേ പറഞ്ഞു. എന്റെ ഹൃദയത്തിനുള്ള ഗുളികയൊക്കെ വലുത് നിനക്ക് വേറെ കാര്യങ്ങളല്ലടി. എങ്ങോട്ടോടിയാലും തിരിച്ച് ഇങ്ങോട്ട് തന്നെയാണല്ലോ വന്ന് കേറേണ്ടത്. ഇങ്ങ് വാടി നീ ഇങ്ങോട്ട്. എന്താളേ ഒരു ഉലാത്തലി? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ചേടാ ഇതെവിടെ പോയി? അളിയാ, 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 അവിടെ കിടന്ന കാറും ബൈക്കൊക്കെ എവിടെ? എനിക്കറിയില്ല. അളി എന്താ ചുമ്മാ തമാശിക്കുവാണോ? കുറച്ചു മുമ്പ് വരെ ഇവിടെ കിടന്ന കാറും ബൈക്കൊക്കെ എവിടെയെന്ന്? നീയല്ലേ പറഞ്ഞത് ഈ വീട്ടിൽ കുട്ടിച്ചാത്തനുണ്ടെന്ന്? കുട്ടിച്ചാത്തന് സാധിക്കാത്തതായി എന്തേലും കാര്യമുണ്ടോ? കാറും ബൈക്കും ഒക്കെ കുട്ടിച്ചാത്തൻ കൊണ്ടുപോയി കാണും. അളിയ ഒരുമാതിരി വർത്തമാനം പറയല്ലേ. നീ ഇത്ര വിരളി പിടിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. രണ്ടിന്റെ ഓണർ ഈ ഗോപാലകൃഷ്ണ. കാറും ബൈക്കും ഒക്കെ കാണാതെ പോയിട്ടുണ്ടെങ്കിലേ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. പക്ഷേ കുട്ടിച്ചാത്തനെതിരെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ മോനെ ബാലചന്ദ്ര. എന്റെ ഭാര്യ രാജേശ്വരിയും കൂടി കേൾക്കാനാ പറയുന്നത്. കാറും ബൈക്കും സകല സ്വത്തിന്റെ അവകാശി ഈ ഗോപാലകൃഷ്ണ. അതിന്ന് ചിലപ്പോ കാണാതെ പോയെന്നിരിക്കും, ചിലപ്പോ തിരിച്ചു വന്നൂന്നിരിക്കും. എനിക്ക് അവകാശപ്പെട്ട സ്വത്തുവകകളിൽ ഏതിലെങ്കിലും തൊട്ട രണ്ടിന്റെയും കൈവെട്ട് ഞാൻ. മറികെ. താങ്ക്സ്. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല കുട്ടിച്ചാത്തന്റെ കളി. എന്റെ ഭാര്യയ്ക്ക് ബ്യൂട്ടി പാർലറിൽ തുലയ്ക്കാനും ദൂർത്തടിക്കാനും ഒക്കെ ഉള്ള കാശും അളിയന് കള്ളു വാങ്ങാനുള്ള പണവും നിലയ്ക്കും.
പൂഴിമണ്ണ് തിന്നുന്ന ഗോപാലകൃഷ്ണനെ കൊണ്ട് താങ്ങുകേലാത്. രാജേശ്വരി, തലമറന്ന് എണ്ണ തേക്കരുതെന്നൊരു ചൊല്ലുണ്ട്. പെണ്ണ് ആണിന് താഴെ നിൽക്കണമെന്ന് കരുതുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷേ തലേ കയറി നിൽക്കാൻ നോക്കരുത്. നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അതാ. ഈ കുട്ടിച്ചാത്തൻ കളി തുടർന്നാലേ എന്റെ ഭാര്യയ്ക്കും പൊന്നാങ്ങളയ്ക്കും അതത്ര ഗുണം ചെയ്യുകയല്ല. ഓർമ്മ വച്ചോ രണ്ടാളും.